ഈ മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട് നൽകി എന്നുള്ള വിവരമാണ് നിതിൻ അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷട്ടറുകൾ തുറന്നേക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. മൂഴിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. നിതിൻ തോമസ്, വലിയ തോതിലുള്ള മഴക്കെടുതി റിപ്പോർട്ട് ചെയ്ത ഒരു മേഖലയാണ് പത്തനംതിട്ട ജില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഇപ്പോൾ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു. ക്രമാതീതമായി വെള്ളത്തിന്റെ അളവ് ഉയരുന്നതാണ് അതിനുള്ള കാരണം. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നിതിൻ? മൂഴിയാർ ഡാമിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ മൂഴിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും വനമേഖലകളിലും, അതായത് പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലകളിൽ അതിതീവ്ര മഴ പെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ഡാമിലെ വെള്ളം തുറക്കുന്നതിനോടൊപ്പം കക്കാട്ടാറിലും പമ്പയാറിലും ജലനിരപ്പ് ഉയരും. അങ്ങനെയെങ്കിൽ ഈ ഇരു കരകളിലുമുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഈ 190 മീറ്ററാണ് മൂഴിയാർ ഡാമിന്റെ നിലവിലെ ജലനിരപ്പ്. 192 മീറ്ററാണ് റെഡ് അലേർട്ട്. ആ റെഡ് അലേർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 192 മീറ്ററിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഷട്ടറുകൾ ഏത് സമയവും തുറക്കേണ്ട ഒരു നിലയിലേക്ക് വരും. അത് മുന്നറിയിപ്പായിട്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുകയാണ്. റാന്നിയുടെ പ്രദേശങ്ങളിൽ പല ഭാഗത്തും വീണ്ടും വെള്ളം കയറി തുടങ്ങുന്നുണ്ട്. മാമുക്ക് ജംഗ്ഷനിലും മാമുക്ക് പാലത്തിന്റെ സമീപവുമൊക്കെ ഇപ്പോൾ ജലനിരപ്പ് ഉയരുകയും റോഡിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യവുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിൽ മഴ കനക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം താഴ്ന്ന പ്രദേശങ്ങളിൽ ആദ്യം വെള്ളം കയറും. അത് കഴിഞ്ഞാൽ ആറന്മുള, പിന്നെ അപ്പർ കുട്ടനാട് മേഖലകളിലേക്കും വെള്ളം കയറും. അപ്പർ കുട്ടനാട് മേഖലകളിൽ ഇന്നലെ കയറിയ വെള്ളം ഇതുവരെ താഴ്ന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ഭാഗത്തേക്ക് വെള്ളം വന്നാൽ വീണ്ടും ഈ വെള്ളത്തിന്റെ ഉയരം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ, അതായത് കക്കാട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്ത് താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഉള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുകയാണ്. പ്രത്യേകിച്ച് റാന്നി, കോഴഞ്ചേരി, ആറന്മുള, അപ്പർ കുട്ടനാടൻ മേഖലകള്, ചെങ്ങന്നൂരിന്റെ പാണ്ടനാട് തുടങ്ങിയ മേഖലകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഈ സ്ഥലങ്ങളിലുള്ളവരൊക്കെ തന്നെ മാറി താമസിക്കണമെന്നും ഭരണകൂടം അറിയിപ്പ് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പത്തനംതിട്ടയിലെ സാഹചര്യം. റാന്നിക്കാർക്ക് ഈ കാലവർഷം ഒരു തോരാ കണ്ണീരായി മാറുമോ എന്നുള്ളതാണ് ഒരു ആശങ്ക. കാരണം ഇന്നലെ പല തവണയായിട്ട് ഇടവിട്ട് നമ്മൾ റാന്നിയിലെ സാഹചര്യം റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു തത്സമയ ദൃശ്യങ്ങളോടെ. പലയിടത്തും വെള്ളക്കെട്ടിറങ്ങി. പക്ഷേ വീണ്ടും ഇപ്പോൾ നിതിൻ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ വീണ്ടും വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ചെറിയ മഴയാണെങ്കിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. ഈ വെള്ളം ഒന്ന് ഇറങ്ങി തുടങ്ങാൻ കാത്തിരിക്കുമ്പോഴേക്കും അടുത്ത മഴ പെയ്ത് അതൊരു പെരുമഴയായി മാറിയാൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടാൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അതിപ്പോൾ ഏത് നാട്ടിലാണെങ്കിലും ദുരിതം ഇരട്ടിയാകും എന്നുള്ളതാണ്. അപ്പോൾ ഇടവിട്ട് അവിടെ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് പത്തനംതിട്ടയിൽ എന്നുള്ളതാണ് നിതിൻ നൽകുന്ന വിവരം.